കൊച്ചിയിലുണ്ടായിരുന്ന സമയത്ത് കണ്ട കാഴ്ച കേട്ടോ, ഒരുപാട് ആൾക്കാരെ മുമ്പ് അവർ ആഹാരത്തിന് കൈ നീട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആരും അങ്ങനെ തിരിഞ്ഞു നോക്കണതേ ഇല്ല കേട്ടാ. എനിക്ക് ഇവിടുന്ന് വർക്ക് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ എടുക്കാനും പിന്നെ ഫെസ്റ്റ് കാണുന്ന ആഗ്രഹം കേട്ടോ. അതിന്റെ പുറത്താണ് ഈ മക്കൾ നിൽക്കുന്നത് കേട്ടാ. ഒരുപാട് പേര് മുന്നേ കൈ നീട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആരും ഒന്നും കൊടുക്കണില്ല കേട്ടോ. പൈസ കൊടുത്തില്ലെങ്കിൽ ആരെങ്കിലും കൊടുത്തൂടെ? ഞാനൊന്നും നോക്കില്ല കേട്ടോ. കണ്ട ബേക്കറിയിൽ കയറിയിട്ട് അവർക്കുള്ള കുറച്ച് സ്നാക്സും പിന്നെ കുറച്ച് ബിസ്ക്കറ്റും പിന്നെ കുറച്ച് ബറോട്ടയും ദോശയും മുട്ടയൊക്കെ മേടിച്ചായിരുന്നേ. നാട്ടിൽ ഇവര് മോശക്കാരും അഴുക്കൊക്കെ ആയിരിക്കും, പക്ഷെ വിശപ്പ് പാവപ്പെട്ടവരും പണക്കാർക്കും എല്ലാം ഒരുപോലല്ലേ. ഞാനും വിശപ്പിന്റെ വില ഒരു സമയത്ത് അറിഞ്ഞതാണ് കേട്ടാ. ഞാനൊന്നും നോക്കില്ല. സത്യം എനിക്ക് ആ മക്കളെ കണ്ടപ്പോഴാണ് സങ്കടം വന്നത്. ഈ കുഞ്ഞാണെങ്കിൽ എന്റെ മുഖത്ത് നോക്കിയിട്ട് അമ്മയുടെ മുഖത്ത് നോക്കി ഒരു ചിരി ഉണ്ട് കേട്ടോ. ആ മുട്ടായി മേടിച്ചിട്ട് എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയേട്ടാ. സത്യം പറഞ്ഞാൽ എന്റെ മോളെ പ്രഗ്നന്റ് ആയിട്ടിരുന്ന സമയത്ത് 8-9 മാസത്തിലൊക്കെ ഞാൻ ഒരുപാട് വട്ടം ആഗ്രഹിച്ചിട്ടുണ്ട് നല്ല ആഹാരം കഴിക്കാൻ. പല ആൾക്കാരും ഞാൻ ആഹാരം കഴിക്കാതിരിക്കാൻ വേണ്ടി കലത്തിലും ചാക്കിലും ഒക്കെ ഒളിപ്പിച്ച കഥയൊക്കെ എന്റെ പിന്നിലുണ്ട് കേട്ടാ. അതൊക്കെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാവേ. സത്യം പറഞ്ഞ വിശപ്പിന്റെ വില എനിക്കറിയാം. ഇപ്പോഴാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ആഹാരം എനിക്ക് എന്റെ മക്കൾക്കൊക്കെ വാങ്ങി കൊടുക്കാൻ പറ്റും കേട്ടാ. അത് ഈ വീഡിയോ എടുത്ത് കിട്ടുന്ന പൈസ ഞാൻ മേടിക്കുന്നുണ്ട്. അതിലൊരു പകുതിയാണ് ഞാൻ അവരെ സഹായിച്ച് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളേ.